നമ്മളിന്ന് 50 രൂപയുടെ ഒരു ബുഷ് മാറ്റാൻ പോയിട്ട് 2000 രൂപ ചിലവായ കഥയാണേ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ വീഡിയോസ് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബും ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത കണ്ടൻറ്റ് ഏതെങ്കിലും വേണ്ടിക്കൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ കമൻറ്റിൽ മാക്സിമം കമൻറ്റ്സ് നോക്കിയിട്ടാണ് അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് എൻ്റെ സെൻ കാർബണിൻ്റെ ഇന്നല്ല കുറേ ആയിട്ട് നമ്മൾ ടയർ മാറ്റിയപ്പോൾ എൻ്റെ ഒരു 80+ കിലോമീറ്റേഴ്സിൻ്റെ മേലെ പോകുമ്പോൾ വണ്ടി നല്ല രീതിക്ക് ജെർക്കാവുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രേക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ഷെയ്ക്കാവും. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട്. നമ്മൾ ആദ്യം പോയിട്ട് ചെയ്യേണ്ടത് അലൈൻമെൻറ്റാണ്. കാരണം അലൈൻമെൻറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്, ബുഷോ കാര്യങ്ങളോ മാറ്റാൻ എന്തെങ്കിലും പറഞ്ഞു തരും. അതുപോലെ നമ്മളെ നാട്ടിൽ തന്നെ പുതിയൊരു അലൈൻമെൻറ്റ് ഷോപ്പ് വന്നപ്പോൾ നമ്മൾ അവിടെ നേരെ വണ്ടി കയറ്റി അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞ കാര്യം ഇതിൻ്റെ ബാലൻസിങ് ബുഷൊക്കെ ഡാമേജായി കിടക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വലിയ വർക്ക് എടുക്കുമ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ ചെറിയ വർക്ക് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പണികൾ കൊണ്ട് വലിയ പണികൾ വരെ കിട്ടും. അതുപോലത്തെ ഒരു പണിയാണ് എനിക്കിന്ന് കിട്ടിയത്. നമ്മൾ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോൾ അവർ പറഞ്ഞ കാര്യം ഈ ബാലൻസ് റോഡ് വെൽഡ് അടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ത്രെഡ് സ്ലിപ്പായിട്ട് എന്തെങ്കിലും ആയിട്ടായിരിക്കും വെൽഡ് അടിച്ച് വെച്ച്. അതുകൊണ്ട് തന്നെ ഈ ബുഷ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ വെൽഡ് പൊട്ടിച്ച് വെൽഡിങ് അടക്കമുള്ള ഷോപ്പിൽ നിന്ന് മാത്രമേ ചെയ്യാൻ പറ്റൂ. അങ്ങനെ നമ്മൾ അടുത്തുള്ള വെൽഡിങ് ഷോപ്പിൽ പോയി അവിടുന്ന് നമ്മൾ ബാലൻസ് റോഡ് അയച്ചെടുത്തപ്പോൾ കണ്ട കാഴ്ച ചെയ്ത് നമ്മളെ എന്താ പറയുക, റാഡ് ബെൻഡാണ്, ഫുള്ളി ബെൻഡാണ്, ചെറിയ ബെൻഡൊന്നുമല്ല. അതിൻ്റെ അപ്പുറം ഈ ഒരു ബുഷും ഡാമേജാണ്. നമ്മുടെ ഈ വണ്ടിയിൽ വരുന്നത് ഈ ഒരു ബാലൻസ് റാഡിൽ 4 ചെറിയ ബുഷും അതുപോലെ തന്നെ 2 വലിയൊരു ബുഷാണ് വരിക. ചെറിയ റേറ്റേ ഉള്ളൂ, ഒന്നിന് 50 രൂപയേ ഉള്ളൂ, ചെറിയ ബുഷിന് ആയാലും വലിയ ബുഷിനായാലും. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ പോയി ബുഷൊക്കെ വാങ്ങി വന്നു. അപ്പോൾ അങ്ങനെ നിൽക്കെ പിന്നെ നമ്മുടെ ബാലൻസ് റാഡ് നോക്കിയപ്പോൾ നല്ലൊരു ബെൻഡ് കണ്ടു. അപ്പോൾ നമ്മളോട് പറഞ്ഞു പുതിയത് വാങ്ങാൻ നോക്കി. ഞാൻ മാക്സിമം എൻ്റെ എല്ലാ സാധനങ്ങളും പുതിയ വാങ്ങാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അങ്ങനെ തലശ്ശേരി പോയി ചെറിയൊരു 400 രൂപകളായിട്ടുള്ളൂ. അത് പോയി പഴയത് വാങ്ങിച്ചെടുത്ത് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ കൊടുത്തു. അങ്ങനെ രാവിലെ കൊടുത്ത വണ്ടി വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ആയോ നോക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ബട്ട് നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് നമ്മളെ ഈ വീൽ ഗ്യാപ്പ് ഉണ്ട്, നമ്മളെ സ്കേർട്ട് തമ്മിലും നമ്മളെ ടയറിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് വളരെ ചെറുതാണ്. നോക്കുമ്പം വണ്ടി ഓടിച്ചപ്പോൾ നേരെ സ്കേർട്ടിന് കൊണ്ടുപോയി ടയർ തട്ടുന്നു, സ്കേർട്ട് പൊളിഞ്ഞു വന്ന് നമ്മൾ സ്കേർട്ടൊക്കെ നമ്മൾ ഫുള്ളി പെയിൻറ്റ് ചെയ്ത് പുട്ടിയിട്ട് പക്കയാക്കി വെച്ചത് അതും പൊളിഞ്ഞു വന്ന്. അപ്പോൾ അങ്ങനെ വണ്ടി അവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് വരേണ്ടി വന്നു. പിറ്റേന്ന് ദിവസം ഇവർ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേന്ന് സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ ലോവർ ആമും ഡാമേജാന്ന് പറഞ്ഞു. അങ്ങനെ ടയറൊക്കെ അയച്ചെടുത്ത് ലോവർ ആം മാറ്റിയപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടി, ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് കിട്ടി. എന്നാൽ പോലും ആ ഒരു ഗ്യാപ്പ് നല്ല രീതിക്ക് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സൈഡിലേക്ക് ഓടിക്കുമ്പോൾ നല്ല രീതിക്ക് തട്ടുന്നുമുണ്ട്. അങ്ങനെ 2-ാമത്തെ ദിവസം അവർ പറഞ്ഞ് ബാക്കിയുള്ള വണ്ടിയുടെ പണിയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല, ടൈം കിട്ടുമ്പോൾ എടുക്കാമെന്ന് വെച്ച് ഞാൻ വണ്ടി അവിടെ വെച്ചിട്ട് വന്ന് അവരിപ്പോൾ എന്തായാലും ലോവർ ആം മാറ്റി, അതുപോലെ തന്നെ ബുഷൊക്കെ ചേഞ്ച് ചെയ്ത് അവർ ആ ഒരു റാഡ് ഞാൻ പിന്നെ ചിന്തിച്ചപ്പോൾ മനസ്സിലായത് ഈ ഒരു വണ്ടിയുടെ ചേസിന് എന്തോ ഉണ്ടായിട്ടാണ് അവർ ആദ്യത്തെ ഓണർ ഈ റാഡ് ചേഞ്ച് ചെയ്ത് എന്തോ ബെൻഡാക്കി വെച്ചത്. അങ്ങനെയാണ് ആ ടയർ അത്രയും പക്കയായിട്ട് നിന്നത്. അപ്പോൾ ഈ ഒരു ഒറിജിനൽ റാഡ് ഒറിജിനൽ സൈസിൽ വന്നപ്പോൾ സാധനം തട്ടാൻ തുടങ്ങി. അങ്ങനെ അത് പുതിയ റാഡ് തന്നെ ചേഞ്ച് ചെയ്യാണ്ട് പുതിയ റാഡ് തന്നെ എന്നിട്ട് അവർ എങ്ങനെയല്ലോ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പം പക്കയായിട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെ ഇവർ ടെസ്റ്റ് ഡ്രൈവൊക്കെ അടിച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ വണ്ടി അവിടെ നിന്ന് എടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ ഓൾറെഡി വീൽ അലൈൻമെൻറ്റ് ചെയ്തതാണെങ്കിലും ഈ ഒരു ബാലൻസിങ് റാഡൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് എന്തായാലും അതൊക്കെ റോങ് ആയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ മസ്റ്റായിട്ട് ഇത് ബാലൻസ് ചെയ്യണം, വീൽ അലൈൻമെൻറ്റും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്യാൻ പോയി, ബട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഷോപ്പ് ക്ലോസ് ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീൽ ബാലൻസിങ് റാഡ് എന്ന് പറയുന്നത്. ഫിക്സ് ചെയ്തതിന് ശേഷമുള്ള വ്യൂ ആട്ടോ ഇത്. ഇവിടെയാണ് ഈ ഒരു സാധനം വരിക. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, നിങ്ങളൊന്ന് താഴെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ കാണും ആ ബുഷ് ഡാമേജ് ആണോ പറ്റുന്നത്. ബുഷ് ഡാമേജ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മളെ സ്മൂത്ത്നെസ്സിനെ തന്നെ ബാധിക്കും അത്. അടുത്തതായിട്ട് നമ്മളെ കമൻറ്റ് ബോക്സിൽ കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, എന്നാലും പറയാം. ഞാനിവിടെ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ
PRNS കോളേജ് ഉണ്ട്. കോളേജിൻ്റെ അപ്പുറം തന്നെ കിൻഫ്രൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ KSEBയുടെ ഒരു സബ്സ്റ്റേഷൻ ഉണ്ട്. അവിടെ ഓപ്പറേറ്ററായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പരമാവധി ഇവിടെ നൈറ്റ് ഷിഫ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ഡേ ഷിഫ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം. അങ്ങനെ വൈകുന്നേരം 5 മണിയായി. ഷിഫ്റ്റൊക്കെ അവസാനിച്ചപ്പോൾ ഞാൻ കരുതി എന്തായാലും കാർ എടുത്തിട്ട് വന്നതാണ്. കുറേ ആയി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്തിട്ട്. അങ്ങനെ വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഷോർട്സ് എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ കാറ് ഫുള്ള് ചളി പിടിച്ച് അങ്ങേയറ്റം അവസ്ഥയായിട്ടുണ്ട്. അങ്ങനെ നമ്മളെന്ത് ചെയ്ത് കാർ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മളിത് എവിടുന്നാണ് നമ്മൾ വീഡിയോസൊക്കെ ഇവിടുന്ന് എടുക്കാറ്. ഇതിൻ്റെ ഉള്ളിലാണ്. പുറത്തുള്ള റോഡ് കാണിച്ചു തരാം കേട്ടോ. പുറത്തുള്ള റോഡ് എന്ന് വെച്ചാൽ ഇത്രയും വിശാലമായൊരു പ്രൈവറ്റ് റോഡ് വേറെ ഉണ്ടാവില്ല. കാരണം കണ്ട ഇത്രയും ഏരിയ ഉണ്ട്, നല്ല വ്യൂ ആണ്. കുറേ മേലോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് കുറേ നല്ല റോഡുണ്ട്. പുറത്തുനിന്ന് ആർക്കും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, കാരണം ഇതൊരു പ്രൈവറ്റ് സെക്ടറാണ്. ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഇങ്ങോട്ട് കയറാൻ പറ്റൂ. അതുകൊണ്ട് അവിടെ ഒരു മെയിൻ എൻട്രൻസ് ഉണ്ട്, ഗേറ്റ് ഉണ്ട്, അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളിലുണ്ട്. ഉള്ളിലോട്ട് വേറെ ആർക്കും കയറാൻ പറ്റില്ല. ഞാനിവിടെ വന്നേരം തൊട്ടിട്ട് അധികം വീഡിയോസും ഞാൻ ഇവിടെ നിന്നാണ് ക്യാപ്ചർ ചെയ്യാറുള്ളത്. കാരണം അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ല ആംബിയൻസുമാണ്, നല്ല റോഡുമാണ്. വേറെ പുറത്തുനിന്ന് ആടും ഇങ്ങോട്ട് വരില്ല. അതുകൊണ്ട് നല്ല എന്താ പറയുക, വേറെ റഷും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് നല്ല വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആണെങ്കിൽ, ഈ ഒരു മഴയില്ലാത്ത കാലാവസ്ഥയാണെങ്കിൽ നല്ലൊരു സൺസെറ്റെല്ലാം ഉണ്ടെങ്കിൽ സെറ്റായിരിക്കും. അങ്ങനെ വീഡിയോസെല്ലാം എടുത്തു കഴിഞ്ഞ് നമ്മളെ ബാഗും നമ്മളെ മോട്ടിവേഷൻ ബോട്ടിലൊക്കെ എടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ പോകുന്നതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ വീൽ അലൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം. അതേപോലെ ഇപ്പം ലാസ്റ്റ് കാണിക്കുന്ന ഇവനാണ് എൻ്റെ വീഡിയോസ് മൊത്തം ഇപ്പോൾ എടുത്തു തരാറ്. ഓഫീസിലുള്ള സ്റ്റാഫാണ് എൻ്റെ ഒപ്പം കൂടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാഫിനോടും പിള്ളേരോടൊക്കെ പോവാമെന്ന് പറഞ്ഞ് നമ്മളങ്ങോട്ട് തെളിക്കാൻ പോയത്. ഞാൻ പറഞ്ഞ ആളില്ല, ആ ആളാണ് കേട്ടോ ഇവൻ. അപ്പോൾ ഇവനാ ലാസ്റ്റത്തെ എല്ലാ വീഡിയോസും ഒരുമാതിരി അല്ല, ഒരുവിധം എല്ലാ വീഡിയോസും ഇവിടുന്ന് എടുത്തു തരാറ് ഇവനാണ്. ഇവനെ കൊണ്ട് ഞാൻ വണ്ടി ഓടിപ്പിക്കും. എന്നിട്ട് ഞാൻ ഒന്നുകിൽ ക്യാപ്ചർ ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് ഷോർട്സ് എൻ്റെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഷോർട്സാണ് അവൻ എനിക്ക് എടുത്തു തരും. അങ്ങനെ ആ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുന്നുണ്ടോ. ഇത് ഞാനിപ്പോൾ അലൈൻമെൻറ്റ് ഷോപ്പിലായിട്ടുള്ളത്. നമ്മളത് കഴിഞ്ഞ് നേരെ അലൈൻമെൻറ്റ് ഷോപ്പിൽ നമ്മളെ ഹോം ടൗണിൽ തന്നെയുള്ള, ഞാൻ അന്ന് വീഡിയോയിൽ മെൻഷൻ ചെയ്ത എൻ്റെ ഹോം ടൗണിലുള്ള അത്യാവശ്യം വലുതായ നല്ല സ്പേസിങ്ങും കുറേ വണ്ടിക്ക് ഒരുമിച്ച് പണിയെടുക്കാൻ പറ്റിയതായ അലൈൻമെൻറ്റ് ഷോപ്പ്, ടയർ ഷോപ്പ് ഉണ്ട് ഇവിടെ. അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെയാണ് അന്ന് കൊടുത്തത് അലൈൻമെൻറ്റ് ചെയ്തതും. അപ്പോൾ അലൈൻമെൻറ്റ് ചെയ്തതുകൊണ്ട് തന്നെ അവരാണ് എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ വീൽ ബാലൻസിങ്ങിൻ്റെ ബുഷൊക്കെ പോയിട്ടുണ്ട്, അത് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് എനിക്ക് അടുത്ത അലൈൻമെൻറ്റ് കൂടി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നത്. അങ്ങനെ അവർ വണ്ടിയൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, ഓടിച്ചു നോക്കി. അവർ തിരിച്ചു വന്ന് അവർ നേരെ ഇതിലേക്ക് കയറ്റി അവർ ചെയ്യാൻ തുടങ്ങി. അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നോട് കുറേ കാര്യങ്ങൾ, മുതലാളി അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു, വണ്ടീനെ പറ്റിയൊക്കെ ചോദിച്ചു. അങ്ങനെ വേണ്ടി പറഞ്ഞൊക്കെ ഇരുന്ന് കുറച്ച് പോസ്റ്റ് അടിച്ച്, എന്നാലും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഒക്കെ ആകെ ഒരു 2 വണ്ടിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതിന് ശേഷം നേരെ എന്ത് ചെയ്തു, നമ്മളോട് വന്ന് പറഞ്ഞു നമ്മളെ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു. സസ്പെൻഷൻ്റെ ആയിരിക്കും. ഒരു 2500 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് നോക്കണം, എന്നാലേ തിരിയും. അങ്ങനെയാണ് ഷോക്ക് മാറേണ്ടിയായിട്ടും വരും എന്ന് പറഞ്ഞു. അങ്ങനെ അതും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് 2 ദിവസത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.